നമസ്കാരം, സെബാസ്റ്റ്യനാണ്. പലപ്പോഴും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് വന്നു. തങ്ങൾ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളൊരു കുട്ടിയാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ പഠിക്കാനുള്ള റാങ്ക് ഉണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഓപ്ഷൻസ് കൊടുത്തിരുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ അതുകൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. പക്ഷേ സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടാതെ 10ാമത്തെ ഓപ്ഷനോടടുത്ത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിൽ SC കോട്ടയാണ് കിട്ടിയത്. SC കാൻഡിഡേറ്റാണ്. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ ഓപ്ഷനിലെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ SC ഓപ്ഷൻ കിട്ടാതെ 10ാമത്തെ ഓപ്ഷനിലുള്ള കമ്പ്യൂട്ടർ സയൻസിൻ്റെ SC കോട്ട കിട്ടിയത്? ഇത് ഇങ്ങനെ തന്നെ അല്ലെങ്കിലും പല ബ്രാഞ്ചുകൾക്കിടയിലും ഇത്തരത്തിലുള്ള പല സംശയങ്ങളും ഉണ്ടാക്കുന്ന രീതിയിലുള്ള അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു റാങ്ക് പരിഗണിക്കുന്നതോടൊപ്പം തന്നെ ആ റാങ്ക് ഏത് കോഴ്സിലേക്കോ ഏത് കോളേജിലേക്കോ ഏത് സീറ്റ് കാറ്റഗറിയിലേക്കോ ആണ് ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. അതിലെ ബെസ്റ്റ് ഓപ്ഷൻസ് നൽകാനാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു കോളേജിലെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾ പരിഗണിക്കുമ്പോൾ ഇത് കൂടുതൽ ശ്രദ്ധേയമാവുന്നത് നമ്മളുടെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഏറ്റവും കൂടുതൽ കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് നടക്കുന്ന കോളേജുകൾ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾ SM സീറ്റുകളുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകളിലെ തന്നെ വിവിധ കാറ്റഗറികൾക്കായിട്ട് റിസർവ് ചെയ്തിട്ടുള്ള EWS, VK, BX, LA, SC, DV ഇങ്ങനെ തുടങ്ങി എല്ലാ വിഭാഗത്തിനും സംവരണ ആനുകൂല്യം ലഭിക്കേണ്ട പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വിഭാഗത്തിനും കിട്ടുന്ന രീതിയിലാണ് അലോട്ട്മെൻറ്റായിട്ട് പരിഗണിക്കുന്നത്. ഇതുകൂടാതെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് ആകുമ്പോൾ അവിടെ മെറിറ്റ് ഫുൾ ഫീ എന്ന് പറയുന്ന MG കോട്ട സീറ്റുകളും ഉണ്ടാവും. അപ്പോൾ ഈ സീറ്റുകളിലേക്കൊക്കെ ഉള്ള റാങ്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ ഒരു പ്രശ്നം മനസ്സിലാവും. ഉദാഹരണത്തിന് സിവിൽ എഞ്ചിനീയറിംഗിൽ പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നിട്ടുള്ള സീറ്റുകൾ നോക്കാം. അതിനെ മറ്റേതെങ്കിലും ബ്രാഞ്ചിൽ വന്ന സീറ്റുകളുടെ റാങ്കുകൾ ഡിസ്ട്രിബ്യൂഷനുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ SM കാറ്റഗറിയിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ 22 സീറ്റുകളാണുള്ളത്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ 3 ബാച്ചുകളിലായിട്ട് SM കാറ്റഗറിയിൽ 45 സീറ്റുകളുണ്ട്. അപ്പോൾ സീറ്റിൻ്റെ നമ്പറിലുള്ള വ്യത്യാസം ആ ബാച്ചിൻ്റെ ഇൻടേക്കിന് ആനുപാതികമായിട്ടാണ്. അപ്പോൾ SM സീറ്റുകളിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ വന്നിരിക്കുന്നത് 10,618 മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. അത് 17,582 തീർന്നു, 22 സീറ്റ്. അതേസമയം കമ്പ്യൂട്ടർ സയൻസ് എടുക്കുമ്പോൾ റാങ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 7,400 റാങ്ക് എൻഡ് ചെയ്തിരിക്കുന്നത് 45ാമത്തെ സീറ്റായപ്പോൾ 12,572. സീറ്റുകളിലെ എണ്ണത്തിലുള്ള വ്യത്യാസം, റാങ്കുകളിലെ ഡിസ്ട്രിബ്യൂഷനുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഇനി ഇതേ 2 ബ്രാഞ്ചുകൾ നമ്മളെടുത്ത് കമ്പയർ ചെയ്താൽ മറ്റൊരു കാറ്റഗറിയിൽ എന്ത് സംഭവിച്ചെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു SC കാറ്റഗറി എടുക്കാം. സിവിൽ എഞ്ചിനീയറിംഗിൽ SC കാറ്റഗറിയിൽ 3 സീറ്റാണ് അവിടെ ഉള്ളത്. ആ 3 സീറ്റിൽ 42,300 സ്റ്റാർട്ട് ചെയ്തിട്ട് 46,028 എൻഡ് ചെയ്ത് 3 സീറ്റ്. ഇനി അത് കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോൾ 19,455 സ്റ്റാർട്ട് ചെയ്ത് 48,724, മൊത്തം സീറ്റ് 6 സീറ്റുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ സീറ്റുകൾ കൂടുതലുണ്ടായിരുന്നു, 6 സീറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ റാങ്ക് എൻഡ് ചെയ്തിരിക്കുന്നത് 48,724. സിവിൽ എഞ്ചിനീയറിംഗിൽ 3 സീറ്റേ SCക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ റാങ്ക് എൻഡ് ചെയ്തിരിക്കുന്നത് 46,028. ഇനി ഇവിടെയാണ് മുമ്പ് ഞാൻ പറഞ്ഞ സംശയം വരുന്നത്. ഒരു കുട്ടി സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്താൽ 1ാമത്തെ ഓപ്ഷനൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് വെച്ചു. SC കാൻഡിഡേറ്റാണ്, റിസർവേഷൻ ബെനിഫിറ്റ് ഉണ്ട്, സ്റ്റേറ്റ് മെറിറ്റ് സീറ്റാണ്. കമ്പ്യൂട്ടർ സയൻസ് കുറച്ച് പരിഗണന കുറച്ചാണ് നൽകിയത്. 10ാമത്തെ ഓപ്ഷനായിട്ടാണ് കമ്പ്യൂട്ടർ സയൻസ് വെച്ചത്. ഈ കുട്ടിക്ക് ഇപ്പോൾ 1ാമത്തെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ SC കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് വന്നത്. ഈ കുട്ടിയുടെ റാങ്ക് 48,000 സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടർ സയൻസിൻ്റെ റാങ്ക് ഡിസ്ട്രിബ്യൂഷനിൽ 48,724 എൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ കുട്ടി വന്നു, അലോട്ട്മെൻറ്റ് കിട്ടി. എന്തുകൊണ്ടാണ് സിവിൽ എഞ്ചിനീയറിംഗിലെ SC കോട്ടയിൽ വരാതിരുന്നത്? അതിൻ്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സിവിൽ എഞ്ചിനീയറിംഗിൽ SC കോട്ടയിൽ 3 സീറ്റേ ഉള്ളൂ. അത് 46,028 കഴിഞ്ഞു. അപ്പോൾ പിന്നീട് അവിടെ പരിഗണിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളതിൽ ബെസ്റ്റ് ഓപ്ഷൻ വന്നത് കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ടാണ് ആ കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയത്.
ഇപ്പോൾ ഇങ്ങനെയുള്ള റാങ്കുകളിലെ വ്യത്യാസം നമുക്ക് മറ്റ് ബ്രാഞ്ചുകൾ നോക്കിയാലും കാണാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇപ്പോൾ ഇതിൽ SC കാറ്റഗറിയിൽ ഒരു സീറ്റാണ് അലോട്ട്മെൻറ്റിൽ വന്നിട്ടുള്ളത്. അത് 56,106. നേരെ മറിച്ച് നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതിൽ 2 സീറ്റ് SCയിൽ വന്നിട്ടുണ്ട്. 24,807 മുതൽ 42,121. 2 സീറ്റ്, 2 റാങ്കിൻ്റെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സീറ്റ് പോയത് 24,807. പിന്നീട് അടുത്ത SC ടേൺ അനുവദിച്ചിരിക്കുന്നത് 42,121. ഇതാണ് കാറ്റഗറി റിസർവേഷനിലെ റാങ്ക് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന വലിയ വ്യത്യാസം. പലപ്പോഴും പാരൻസ് ഇത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ച് 2ാം ഘട്ട അലോട്ട്മെൻറ്റ്. ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് കാൻഡിഡേറ്റ്സിനെ ബാധിക്കുന്നത് 1ാം ഘട്ട അലോട്ട്മെൻറ്റിലും 2ാം ഘട്ട അലോട്ട്മെൻറ്റിലാണ്. ഈ കിട്ടിയ റിസർവേഷൻ ബെനിഫിറ്റോടു കൂടി കുറഞ്ഞ ഫീസിൽ പഠിക്കാനായിട്ട് കിട്ടിയ അവസരം ഒരു കുട്ടി ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ കോളേജിൽ ആ ഒരു പർട്ടിക്കുലർ കോട്ടയിൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നീട് തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിലൊന്നും ആ സീറ്റുകൾ കുറഞ്ഞ ഫീൽ വരുന്ന രീതിയിൽ മറ്റൊരു കുട്ടിക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സീറ്റ് ഡിസ്ട്രിബ്യൂഷനിലെ കമ്മ്യൂണിറ്റി റിസർവേഷൻ കാറ്റഗറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിഗണന കിട്ടേണ്ടത് ഏറ്റവും നേരത്തെയാണ്. 1ാം ഘട്ട അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങളൊന്ന് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ റാങ്ക് അനാലിസിസുമായി ബന്ധപ്പെട്ട ഒരു കോളേജിലെ വിവിധ കോഴ്സുകളിലെ റാങ്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഇമേജ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ച് നോക്കുക. ഏകദേശം നിങ്ങൾക്ക് കോളേജുകളിലെ റാങ്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ എങ്ങനെയാണ് വരുന്നത്, സീറ്റുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും വരുന്നത്, ഇതിൻ്റെ ഒരു യൂണിഫോമിറ്റി ഒന്നും എവിടെയും നോക്കുമ്പോൾ കാണില്ല. ഇന്ന ബ്രാഞ്ചിൽ ഇത്ര സീറ്റ് SCക്ക്, ഇത്ര സീറ്റ് VKക്ക്, അങ്ങനെയൊന്നും കാണില്ല. ഇത് റാൻഡമായിട്ടാണ് കോളേജുകളിൽ ഈ റിസർവേഷൻ കാറ്റഗറിയിലെ സീറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു കോളേജിൽ ഒരു ഫേസിലെ അലോട്ട്മെൻറ്റിൽ ഒരു കാറ്റഗറിക്ക് വന്നു എന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ അവിടെ വരണം എന്ന് നിർബന്ധമില്ല. പിന്നെ 1ാം ഘട്ട അലോട്ട്മെൻറ്റിൽ വരാത്തൊരു കാറ്റഗറിക്ക് 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ സീറ്റിൽ അലോട്ട്മെൻറ്റ് വന്നേക്കാം. അപ്പോൾ റാങ്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരുന്നതെന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നോട് ചോദിച്ച സംശയത്തിനുള്ള ഒരു മറുപടി എന്ന രീതിയിലും കൂടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള പാരൻസിനും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇത് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. പതിവ് പോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ധാരാളമായിട്ട് വാട്സപ്പിലും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട്. കഴിയുന്നത്ര അത് പരിഗണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സമയത്തിൻ്റെ ഒരു ലഭ്യത കുറവായതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാതെ വോയിസ് ആയിട്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ ചെയ്യുന്നത്. പല പാരൻസും ഇതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.